ഗൈസ് NHKL60 വ്ളോഗ്സ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണാം കേട്ടോ. അടിപൊളി വീഡിയോ ആണ്, സൂപ്പർ വീഡിയോ ആണ്, നമുക്ക് കണ്ടിട്ട് വരിക. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് എങ്ങോട്ട് പറഞ്ഞാൽ ഞങ്ങൾ ബത്തേരി, മഴയ്ക്ക് കഴിഞ്ഞു തോന്നുന്നുണ്ട്, മഴയൊന്നും ഇല്ലയെന്ന് പറഞ്ഞോളൂ കേട്ടോ. അവിടെ സ്വർഗം എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അത് ആ സ്വർഗമല്ല, ഒരു സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു മീനൊക്കെ പിടിക്കാൻ പറ്റിയ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോകുക കേട്ടോ, 2 വണ്ടിയായിട്ട്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ അതിൻ്റെ കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കനൊക്കെ അമർത്തിയിട്ട് പൊട്ടിക്കുക. അപ്പോൾ വീഡിയോയിൽ കിടക്കല്ലേ, ഓലൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബായ് അല്ല, തുടങ്ങുകയാണ്. വരി, നിങ്ങളും വരി. ബ്രേക്ക് ഇട്ടില്ലേ? ഞാനും എങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് പറയേ, എനിക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയല്ല. എനിക്ക് ബത്തേരി പോവുകയാണ്. എന്തിനിപ്പാ? വെറുതെ സ്വർഗം പറഞ്ഞിട്ട് സാധനത്തിലൂടെ. ജിപ്പത്തിന് സ്വർഗത്ത് പോവാ? അല്ല, ആ സ്വർഗല്ല. പിന്നെ ഏത് സ്വർഗ? ഇങ്ങോട്ട് നോക്കി പറയും. പാർക്കുമായിട്ട് സ്വർഗം. അതിന്റെ പാർക്കിന്റെ പേരാണ് സ്വർഗം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബും ചെയ്താല് കൊല കൊലുണ്ട് ഇവിടെ. പറഞ്ഞോ, ഞാൻ ഇവിടെ കജി പറഞ്ഞു വാ. പറഞ്ഞു വാ. പിന്നെന്തൊക്കെയാ അവിടെ വേറെ എന്തൊക്കെയുണ്ട്? ഫ്രീ ആണോ? ഫ്രീ ആണ് പറഞ്ഞ ചെന്നാ മതി അവിടേക്ക്. ആരാണ്? ചിപ്പ് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞോ ഫ്രീ ആണെന്ന്? ഉള്ളിലേക്ക് കയറാനോ? അങ്ങനെ അതാ കുയ്യക്കുമ്പോ തന്നെ പോയിട്ടുണ്ടാവും. കറക്കി കാണിക്ക്. ഇന്ന് ജൂഡോയില് എങ്ങനെ എത്ര ആൾ തോൽപ്പിച്ചു എന്നോണം അറിയില്ല. 5 ആളല്ലേ? എത്ര ആൾ തോൽപ്പിച്ചു ചേച്ചു? ഓന് 2 ആൾക്കാരെ തോൽപ്പിച്ചതിനാണ്. അപ്പൊ ഇജ എത്ര ആളെ തോൽപ്പിച്ചു? 2 ആൾക്കാരെ. ഓ, അന്റെ കളിയാണ് ഇവന്റെ കളിയാണ് അടിപൊളി? ഇവന്റെ കളിയാണ് അടിപൊളി കേട്ടോ. ഏതിപ്പോ പറയും, ജൂഡിനെ പറയും. ആരൊക്കെ തോൽപ്പിച്ചു? ഒരു പെണ്ണിനെ തോൽപ്പിച്ചോ? പെൺകുട്ടീനെ അല്ലേ? ഇജോ? 2 ആൾക്കാരെ തോൽപ്പിച്ചു. 3 ആൾക്കാരെ. പോവില്ലെന്നാ? നല്ല വെയിലുണ്ടല്ലോ. അല്ല, നമ്മളെ വണ്ടീൻ്റെ ടയറ് പോയിക്കണ്. ഇങ്ങോട്ട് വാ. ടയറിൻ്റെ വണ്ടീൻ്റെ ഒക്കെ ഒരു ചേലമൊക്കെ പടച്ചോനെ. വണ്ടി മാറ്റണം, പൈസ വേണടാ. ഇൻഷാ അല്ലാ. ബാക്കിൽ കാറ്റുണ്ടോ നോക്കിയാ പോയിട്ട്. ടയറ് സ്റ്റെപ്പിന് നാശം ചെയ്തിരിക്കണ്. വണ്ടിൻ്റെ ഒക്കെ ഒരു ചേല് നോക്കാം കേസ്. ചവിട്ടി പൊട്ടിച്ചാളാ. ഓല് മറ്റൊരു വന്നിട്ട് പുതിയ വണ്ടിയിലാണ് കേട്ടോ, സ്വിഫ്റ്റ് എടുത്തില്ല. ആ വണ്ടിയിലാണ് ഏട്ടനും ഇമ്മൊക്കെ അതില വരുന്നത്. നമുക്കിതിൽ പോവാം. എവിടെ ഉമ്മടെ? ഓലെ കാണുന്നില്ലല്ലോ ജോ. ഉമ്മ അതിൽ കയറി പോയോ? ഓലെ കാണുന്നില്ല. നെപ്സി വരുന്നുണ്ടോ? വാവ്, സെറ്റ്. മഴ ഡ്രസ് അടിപൊളിയുണ്ട് ഏറ്റവും. ഇതാ ഒന്ന് ഗൈസ്. അവിടെ സ്ഥലമല്ലേ കയറാന്? മുമ്പ് കിടണോ? ഇമ്മയിൽ പോയോ? ഉമ്മ കയറിയോ? ആയി പറ. ഒന്നും പറയാം. ഹലോ ഗൈസ്, ഇത് അടിപൊളിയായിട്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? ആദ്യം ഒരു ഡ്രസ്സ് ഇട്ടിന്, പഴയൊരു ഡ്രസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിച്ചിട്ട് നമുക്ക് ഡെയിലി കണ്ട് ചടച്ചിക്കണ്. അപ്പോൾ മാറ്റാൻ പറഞ്ഞു. ഇപ്പോൾ നമുക്ക് സുന്ദരി ആയിക്കണേ. സുന്ദരി
അല്ലെങ്കിലും ഞാൻ സുന്ദരി. അല്ലെങ്കിൽ സുന്ദരിയാണ്. അയ്യോ സഹിച്ചാ വയ്യ. ശരി എന്നാ പോലെ ഞാൻ വരാണ്ടോ? പറയ് ഒരാൾ പറയ് തുമ്പല്ലേ. ആ ശരി എന്നാ കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ അല്ലേ? ഹലോ ഗൈസ്. ഹലോ ഗൈസ്. ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭയങ്കര ചീറ്റിങ് നടന്നു. കാരണം ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോൾ ഇവിടെ തുറന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ഒന്നെടുത്ത് അവിടെ കൊടുക്കണം. കേരള കേരള അല്ല ടിക്കറ്റ് എടുക്കാൻ കയറിയ. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ സ്വർഗത്തിലെത്തി. നിങ്ങൾ സ്വർഗത്തിലെത്തിക്കണോ? ഞങ്ങൾ സ്വർഗത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ഇനി സ്വർഗമാണോ നരകാണോ ഉള്ളിൽ പോയിട്ട് അറിയാം നമുക്ക്. ഇതൊക്കെ ഉമ്മക്ക് ഭയങ്കര പൊന്തലായിട്ടോ. എന്താ പറയല്? എന്താ പറയല്? ഒന്നും പറയാല്ല പൈസ. ഒന്നും പറയാല്ല പൈസ. നല്ല ടീമിനെയാണ് കൊണ്ടുവന്നത്. 40 ഉറുപ്പ്യാണ് ടിക്കറ്റ്. ചെറുകുട്ടിയൊക്കെ വേണ്ട. അച്ഛനും അനുവിനും അല്ല, അച്ഛനും വേണം, ആദിക്കും വേണ്ട, അനുവിനും വേണ്ട. ശരി എടുത്തോ. ഓക്കെ വൈബ് എത്തിയാലെടുക്ക്. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് സംഭവം? സ്വർഗം വായിത്തന്നെ ഉണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചോളൂ ഈ സ്വർഗം. അവിടെ നോക്കി പറ. എനിക്കറിയില്ല, കാര്യം പറയും. നമ്മൾ ആദ്യമായിട്ടല്ലേ വരുന്നത്, നമുക്കറിയില്ല. ഇവിടെ മീൻ പിടിക്കാം. അവിടെ ബോട്ടുകളൊക്കെ 2 പേർക്ക് 400 റുപ്യ. 200 200 കൊടുത്തു. ഈ ഫിഷിങ്ങിന് നമ്മൾ കൊണ്ടുവരണോ? ഇതിന് നല്ല മീൻ കിട്ടോ? അതാ കിട്ടി. അവിടെ ഈ ബോളന്മാരെ എങ്ങോട്ട് നോക്കി നോക്കി. ആ മീൻ കണ്ടോ? മീൻ കണ്ടത്? നമ്മൾ മീന് കിട്ടണല്ലോ വിഷയം. ആ മീൻ ഇവിടെ വില കൊടുത്ത് വാങ്ങണല്ലോ. അതാണ് നമുക്ക് ചിലപ്പോ വലിയ അതിനൊക്കെ പൈസ കൊടുക്കണം. ഇന്നും വേണോടോ? മീൻ കിട്ടിയിട്ടാ വലുത്. എത്ര കിലോ ഉണ്ട്? 5 കാണിക്ക്. 6 ശരി. വെയിലുണ്ട്, നല്ല ക്ലൈമറ്റ് ആട്ടോ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഇവിടെ. ഇനിയിപ്പോ അതാ അതിലേക്ക് ഇനി കയറണം. കുട്ടികളെ കയറ്റണം എന്നൊക്കെ ഏട്ടനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കല്ല. ഇമ്മ എന്നിട്ട് അവിടെ ഇനി ചോറുന്ന പെരീന്ന് പട്ടിണി കിടന്നിട്ട് ഇവിടെ നിന്ന് ചോറുന്നവ. എന്തൊക്കെയുണ്ട്? അപ്പോൾ എൻ്റെ അടുത്ത ഡാൻസ് ഉണ്ട്, നിങ്ങളതിൽ കാണാൻ മറക്കരുത്. ഇതാണ് കേട്ടോ അരിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് മീനൊക്കെ പിടിച്ച ഫോട്ടോ ഒക്കെ എടുക്കല്ലേ? ചൂണ്ടട ഇവിടെ. ഏറ്റവും ചെറുത് എത്ര കിലോ ഉണ്ടോ? ഇന്നിപ്പോ കുടുങ്ങിയത് പാടെ 5 കിലോന്. എന്താ കുടുങ്ങിയില്ലേ? 6 കിലോന്. അതിനെന്താ റേറ്റ് വരുന്നത്? അത് ലെറ്റർ എന്ന് പറയുന്ന മീനാണ്. ഓക്കെ, അത് നമ്മൾ ഏകദേശം ഒരു 250 രൂപയാണ്. അവിടെ 250 രൂപ കേജ് റേറ്റ്. ലെറ്റർ പറയുന്നത്. ആണേ, നമ്മുടെ അടുത്ത് വാളയും ഗിഫ്റ്റിലാക്കി കേജ് 200 രൂപ. ശരി. ബാക്കിയുള്ള മീനൊക്കെ തന്നെ. കിലോ റേറ്റ്. ചെറുത് എത്ര കിലോ വരുന്നുണ്ട്? ചെറുത് ഒരു ഗ്രാമിൽ നിന്ന് തുടങ്ങും.
അല്ല ചെറുത് ആ. അത് ഏകദേശം അത് ചെറിയ, അതായത് കുഞ്ഞുങ്ങൾ മുതൽ മുട്ടയിടുന്ന അവിടെ മുതലുണ്ട് ഇവിടെ. ഇതല്ലേ എല്ലാം നടക്കുന്ന ഒരു സ്കൂളാണ്, ബ്രീഡിംഗ് ഒക്കെ നടക്കുന്നത്. ആ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ ഇതായിന് ഓഫ് ആയിരുന്നു. ഫാമിലി ആയിട്ട് അത്രയും റിസ്ക് എടുത്ത് ഗൂഡല്ലൂരിൽ വന്നപ്പോ കുറച്ച് അടച്ചിരുന്നു. അത് ഗൂഡല്ലൂരാണോ? ആ ഗൂഡല്ലൂര്. അതിന്റെ പേരെന്താ? ഇവര് ഹാരിസ്. ഹാരിസ്. അവിടെ വീണുണ്ടല്ലോ, സാധനം വന്നില്ല. അജു അപ്പു വാ, സംഭവം ഇട്ടുണ്ട്, നമുക്ക് ഇട്ടോ കേട്ടോ. എന്ത് കിട്ടിയാ പണി കിട്ടുവോ? ഇവിടെ കിട്ടണല്ല, അത് പൈസ കൊടുത്ത് വാങ്ങണല്ലോ എന്നിട്ട്. ഓക്കെ മാറിക്കപ്പോ ഇത് അയ്യോ കുടുങ്ങിയാലും പണിയാണല്ലേ. അങ്ങോട്ട് എടുത്തോ, അങ്ങോട്ട് കുറച്ച് ബാക്ക് നിൽക്കട്ടെ, ഫുള്ളായിട്ട് കിട്ടാൻ മാതിരി. ആ മറ്റേ സാധനം ഉണ്ട് ഇവിടെ, ആരും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ? ഇവിടെ കുറച്ച് ബാക്ക് പോ. ക്രോസ് ആയോ നിങ്ങൾ? എന്തായി, കിട്ടുവോ? കിട്ടിയാലോ അജു അപ്പോ ഏറ്റി കൊണ്ടാണല്ലോ അല്ലേ, കുറച്ച് തേക്കുന്നുണ്ട്. ആ ഇത് കുടുങ്ങിണ്ട ഈ സാധനം, ഇത് കുടുങ്ങി, അത് കുടുങ്ങിന്, കുടുങ്ങി അതാ കുടുങ്ങി. നല്ല വലിയ വലിച്ചണല്ലോ നമ്മൾ. ഓ അങ്ങനെ ഉണ്ട്, വലുതാകുമ്പോ അങ്ങനല്ലേ. ഇതില് കുടുങ്ങിട്ടോ, അതില് കുടുങ്ങി. വാ ഇത് ഓഫ്. അതാ ഇന്റെ ചൂണ്ടതാണ് ക്രോസ് ആയി കിടക്കുന്നത്. ചെറുതാ നോക്കട്ടെ, ചൂടല്ലേ ഇവിടെ സാധനം നോക്ക്. ആ ചെറുതാണ് അല്ലേ, കുഴപ്പമില്ലല്ലോ. ഇതിന്റെ പേരെന്താ? വാള. വാള വാള മീനിക്ക് വളങ്ക് മീനിക്ക് കല്യാണോ. ഇതാണ് ഗൈസ് വാള. എത്ര ഉണ്ടാവും? ഒരു അരക്കിലോ ഉണ്ടാവുള്ളൂ. അത്ര ഉണ്ടാവുള്ളൂ അല്ലേ? കഴിക്കണില്ല അപ്പൊ മുറിയായി ഉണ്ടാവൂലേ? ഉണങ്ങോ? ഓ കുഞ്ഞാണല്ലേ. ഇവിടുന്ന് നമ്മള് ഇവിടെ നന്നാക്കി ക്ലിയർ ആക്കി തരുമോ? ഇവിടെ തന്നെ ഫ്രൈ ചെയ്ത് തരുമോ? മനസ്സിലായോ? ചെറുത് വലുത് കിട്ടിയ ഉണ്ടോ? KG 250 200 അതാണ് റേറ്റ്. പക്ഷെ ഇവിടെ വലുതായി ചെറുതാ തോന്നി. അവിടുത്തെ മാതിരി കിട്ടിയാ? ആ അതാ വലിച്ചോണ്ട് കിട്ടാന്നാ അതെ ഗൈസ്, നമ്മളെ ചൂണ്ടടക്കം കൊണ്ട് ഈ കാര്യം കൊണ്ട് ഇട്ടാലോ? ഇതുകൊണ്ട് ഇട്ടാൽ ചിലപ്പോ കിട്ടും. ഇടൂലേ? ഞാന് ഇതുകൊണ്ടല്ലേ എവിടെ ആറ്റത്ത് എത്തും അത്. എന്തായാലും ഞാൻ എടുക്കാൻ മീനിനെ ഒറ്റക്ക് രക്ഷപ്പെടാൻ പറ്റൂല. എവിടെ സാധനം ഇവിടെ? എവിടെ സാധനം ഇവിടെ? എവിടെ സാധനം പോയി കിട്ടരുത്. കാരണം അത് ബെടാ സൈസ് ആണെങ്കിൽ ഞാൻ അതിനൊക്കെ പൈസ കൊടുക്കേണ്ട കുറച്ചാണ്. ലാസ്റ്റ് കാട്ടി ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അല്ല അത് വലിച്ച വലിയ അങ്ങനെ പോയി. അത് ഞങ്ങള് കുടുംബടയ്ക്കൊന്ന് പ്രാർത്ഥിക്കാം.
ആ ശരി. ഇതിപ്പോ എങ്ങോട്ട് പോകണം? അങ്ങോട്ട് പോവാ? ബോട്ടിലോ? മോനെ ബോട്ട് ഇവിടെ എത്തുമ്പോ ഇവിടെ നിർത്തി ഞങ്ങൾ കയറട്ടെ. ഇല്ല അല്ലല്ല ഓന് പൈസ ഇതിന് 60 ഉറുപ്പ്യറ്റാണ്. ഇത് ഞങ്ങൾ വെറുതെ തന്നേനെ അതിന്റെ ഓണർ യൂട്യൂബർ അല്ല. ഇത് ഓൻ എന്നിട്ട് ഇന്റർവ്യൂ തന്നു ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞു കുറെ. എന്നിട്ട് അപ്പൊ ഇത് മൈക്ക് കണ്ടപ്പോളേ ഓർക്ക് വെറുതെ കൊടുക്കട്ടോ കൊടുത്തു. ഓർക്ക് നല്ലതല്ലേ ഇത്, പരസ്യമായില്ലേ ഗൂഡല്ലൂർ എന്ന് പറഞ്ഞപ്പോ അതാണ് ഈ മൈക്കൊക്കെ ഇതും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വില ഉണ്ടായി. ഇത് എന്ത് ചെയ്ത് അവിടെ ഇപ്പ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇപ്പാനെ വന്നിട്ട് അവിടെ പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ മാങ്ങയും അവിടെ ഉപ്പിലിട്ടതും അതൊക്കെ തിന്നാൻ ഇപ്പൊ തിന്നാനാ. ഇന്നെന്താ ഇപ്പാനെ കൊണ്ട് ഒരു പണി എടുപ്പിച്ചണം. ആദ്യമായിട്ടാണ് ഇപ്പൊ നമ്മളടി കുടുങ്ങിയിരിക്കുന്നത്. ഇന്നൊരു പാമ്പിന് 8ന്റെ പണി കൊടുക്കണം. പാമ്പിനെ തോളാണ്ട് എടുപ്പിക്കുക. ഇപ്പാന്റെ എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ കേസ്. ഒന്നിന് BP ഇളകി പ്രഷർ ഇളകിയിട്ട് അവിടെ കിടക്കും. ഇല്ല, ഇമ്മക്ക് പാമ്പിന് ഭയങ്കര പേടി. ഇന്ന് ഇമ്മാന്റെ മേത്തേക്ക് പാമ്പ് ഇട്ടിട്ട് ഇമ്മയുടെ ബോധം കെട്ടി കിടത്തില്ല. നോക്കാലോ, പാമ്പിനെടുത്ത് നിങ്ങളെ തലയിലിടും. നിങ്ങൾ അവിടെ കടന്നിട്ട് കൂക്കേണ്ടി വരും. നോക്കാലോ എങ്ങനെ ആരെ പറഞ്ഞു? നിങ്ങളെ മേത്തേക്ക് ഞാൻ നെട്ടില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോളൂ കേട്ടോ. ഇന്ന് ഇപ്പാനെ കൊണ്ട് ഇന്നൊരു കളി കളിച്ചണം. ഇപ്പാനെ അങ്ങനെ ഇട്ടാ ശരിയാവില്ല കേസ്. ഇപ്പാനെ അങ്ങനെ ഒന്ന് ഉണ്ടാന്ന് വെച്ചാൽ കിട്ടാക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത് 1000-2000 ഉറുപ്പ്യാണ് അതിനിപ്പോ. 2000 ഉറുപ്പ്യ അത് സാറല്ല, 2000 ഉറുപ്പ്യല്ലേ. ഓനെന്താ ചെയ്തരോ? ഓനിങ്ങനെ വലിച്ചപ്പോളേ ഒറ്റ പൂക്ക് അങ്ങ് ഓനെക്കാട്ടി വലിപ്പിട്ട് പുറത്തൊരു ഓനിക്കേ താങ്ങാൻ വയ്യത്ര. അപ്പൊ ഇത് മുണ്ടാന്ന് അതിന്റെ നെഞ്ഞത്ത് കുത്തുണ്ടത്. മുണ്ടാക്കിന് 2000 ചില്ലറ ഉറുപ്പ്യ ആവൂട്ടോ. ഓന് എത്ര റിസ്ക് എടുത്ത് പോണെങ്കിൽ നിങ്ങൾ ആലോചിക്കും. ട്രൗസർ വരെ കഴിച്ചു ഓന്. അവിടെ നോക്കിയേ. അല്ല സോറി, ലുങ്കി വരെ കഴിച്ചോന്. അതൊക്കെ ഓൻ വെറുതെ ആണ് ലുങ്കി കഴിച്ചത്. ഓനിക്കറിയാതെ അതാക്കണെന്താ മൂപ്പരാണ്. എവിടെ കാണുന്നത്? എവിടെ എനിക്ക് കാണില്ല. പക്ഷെ കണ്ണ് അതാ ഇതുകൂടെ റൗണ്ട് അടിക്കാൻ പറ്റൂലേ? എവിടെയാണ്? ഇതാണോ? അത് മീനാണോ? ഇതാണ് റൗണ്ട്. എവിടെ പൈപ്പ്? ഇവിടെ പൈപ്പ് ഉണ്ടോ? അവിടെ എറിയാനാണോ? എടുക്കാം.
എത്രയുണ്ടാവും? എത്ര ഉണ്ടാവും? 6 കിലോ. 4 കിലോ. നിങ്ങൾക്ക് ജോലി അടിക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. ഒന്നുകൂടി വെള്ളം കാണുമ്പോ അതിന് കിടക്കാനും തോന്നും. ഇനി വേണേ എവിടെ ഇതിന് ചെറുത് ഇതിന് 4 കിലോ ഉണ്ടാവും. 4.5 കിലോ 14 ഇതുണ്ടാവും. 5 കിലോന്റെ മേലെ ഉണ്ടാവും. 5-6 കിലോ ഉണ്ടോ? 5-6 കിലോ ഉണ്ടോ? ഉണ്ട്. എത്ര ഉണ്ട് ഇപ്പൊ? തന്നെ എടുക്കുക. ഒരു ഫോട്ടോ എടുക്ക് എല്ലാരും. ഇതങ്ങോട്ട് വാ. ജെപ്സി ഇങ്ങോട്ട് വാ. ഇത് ഞാൻ കിട്ടാക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ 1.5 കിട്ടലായി പോയി. സാരല്ല. 4.5 കിലോ. ഞാൻ 5-6 കിലോ ഉണ്ടോ ചോദിച്ചു. പേടിച്ചു. 1000 ഉണ്ടാവും. ഞാൻ എന്താ പിടിച്ചത്? ഇതൊന്നും ചെയ്യേണ്ട. ഇത് നമ്മളിത് എങ്ങനെ കൊണ്ടു? പ്ലാസ്റ്റിക് ഉണ്ടോ? ഇതെങ്ങനെ കൊണ്ടുപോകുക? ഉണ്ടോ? തൂക്കി ഒരോട്ട് തൂക്കി. 4 കിലോ ഉണ്ട്. 4.5 കിലോ. അത് സാരല്ല, നമുക്ക് കുടുംബക്ക് തിന്നല്ലോ. ഞാൻ പിടിച്ചു. അല്ല ഓലോട് കുട്ടികളെ ഇതെങ്ങനെ പാക്ക് ചെയ്യാ? അവിടെ ഉണ്ടോ? എത്ര കിലോന്? അതെത്രയായി? ശരി, ഓക്കെ. ഉണ്ടല്ലേ? ശരി ശരി ശരി. അപ്പൊ കവറിൽ ഇടണ്ടേ? എങ്ങനെ വെച്ചാൽ മതിയോ? ഏകദേശം 4-5 കിലോന്റെ അടുത്തുണ്ട്. സംഭവം അടിപൊളി സാധനമാണ്. നന്നായിട്ടുണ്ട് കാണാനാക്കി. ഇനിയിപ്പോ ടേസ്റ്റ് എങ്ങനെയാണ്? ഇത് ചെറുത് വെക്കവന ഗള്ള. ശരി. എവിടുന്ന്? അവിടെ വെച്ച് തരുമോ? പൊരിച്ചു തരും. ഇതൊക്കെ കണ്ണ് നോക്കി. ഹലോ ഗൈസ്, കണ്ണ് കിടക്കണം. അപ്പു അജൊന്നും കണ്ടില്ലല്ലോ. അത് ജോലി ഇങ്ങോട്ട് നോക്കും മോനെ. അന്റെ അത്ര ഉണ്ടല്ലോ. തോള് കൈട്ടോ. തോള് കൈട്ടോ. പിടിച്ചോ അവിടേക്ക് നോക്ക്. ഇതൊക്കെ മോനെ അത്ര ഉണ്ട്. ആദ്യം എന്നാ ശരി, അവിടെ പോയിക്കോ. അജോ അതിനുള്ളിൽ കയറിക്കാം. എന്നാ വേണ്ട, അതിന് പൈസ മുതല. ജീവണ്ട് ഇനി. ജീവണ്ട് കടിച്ചത്. ഇത് അല്ല തൊള്ള നോക്കുക. ഇങ്ങോട്ട് എടുത്തുക. തൊള്ള നോക്ക്. കടിച്ചോ? പല്ലോടെ ഈ പിന്നെ ജീവല്ലാതെ മീനെ ഒരു ഫോട്ടോ എടുത്തു മറിക്കും. അല്ല ഗേസ്, നമ്മളെ മീന് യൂട്യൂബർ ഫോട്ടോ എടുക്കുന്നുണ്ട്. വീഡിയോ എടുക്കാൻ വിളിച്ചത്. പിന്നെതാ നെപ്സി, എത്ര കണക്ക്? എത്ര കടി എത്ര? ഹലോ ഗേസ്, നോണ അറിയാണ്. ഓള് തിന്നത് മാത്രം ഒന്നും ഓർമ്മല്ല കേട്ടോ. തിന്നതൊന്നും ഓർമ്മല്ല. ഓള് വാരി വെച്ച് തിന്നിട്ടേ എത്ര കണക്കൊന്നുമില്ല ഗേസ്. കവറ് നമ്മളവിടെ യൂസ് ചെയ്യാൻ പാടില്ല. എടുക്കണ്ട.